ശ്രീകുമാർ വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മാമ്പഴക്കാലം 4ാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. വളരെ എളുപ്പമെന്ന് വീട്ടിൽ നമുക്ക് തയ്യാറാക്കാവുന്ന വളരെ ഹെൽത്തിയായ ഒരു മാംഗോ ഷേക്ക്. ഈ മാംഗോ ഷേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 3 നന്നായി പഴുത്ത മാങ്ങയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്ക. ഇത് ഞാൻ ഏലക്ക എത്ര എടുത്തിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് വേണ്ടത് 2-3 ഏലക്ക. അത് ഏലക്കയുടെ സ്വാദ് ഇഷ്ടമില്ലാത്തവർ അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല, അത് തികച്ചും ഓപ്ഷണലാണ്. പിന്നെ പഞ്ചസാര. ഇത്രയും സാധനങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അര ലിറ്റർ പാലും കൂടെ വേണം. 1/2 ലിറ്റർ നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് കട്ടിയായ രീതിയിൽ തണുത്ത പാലാണ് നമുക്കിനിയും വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മാംഗോ ഷേക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ലാസ്റ്റ് നമ്മൾ പുറത്തു നിന്നൊരു മാംഗോ ഷേക്ക് കഴിക്കുന്നതും നമ്മളുടെ വീട്ടിൽ നമ്മളിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതുമായ ചെലവ് എക്സ്പെൻസസ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയും കൂടെ ചെയ്യാം ഏറ്റവും ഒടുവില്ല. അപ്പം ഞാൻ എൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ നാട്ടുമാമ്പഴമാണ് എടുത്തിട്ടുള്ളത്, നാടൻ മാമ്പഴമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ അതിൽ നിന്ന് 3 മാമ്പഴം നന്നായിട്ട് തൊലി ചെത്തിക്കളഞ്ഞ് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടണം. മൂന്ന് മാമ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. നമ്മൾ ഇതിലേക്ക് ആവശ്യാനുസരണം പഞ്ചസാര നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി. ഡയബറ്റിക് പേഷ്യൻസൊക്കെ ആയിട്ടുള്ളവർ പഞ്ചസാര ചേർത്തില്ലെങ്കിലും ചെറിയ മധുരത്തിൽ നിങ്ങൾക്ക് ഈ ഷേക്ക് നിങ്ങൾക്ക് കഴിക്കാം. അപ്പം ഞാൻ 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്, ടേബിൾ സ്പൂൺ അല്ല, 4 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഞാൻ ഇതിൻ്റെ കൂടെ ഏലക്ക അത് നേരത്തെ തന്നെ അങ്ങ് ഇടുകയാണ്. ഏലക്ക ഒരു 2-3 ഏലക്കായും കൂടെ എൻ്റെ തൊലി കളഞ്ഞ, ഇതും തികച്ചും ഓപ്ഷണലാണ്. ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇത് ഒഴിവാക്കാം. അപ്പോൾ ഞാൻ ഈ ഏലക്ക തൊലി കളഞ്ഞത് ഇതിലേക്ക് ഇടുന്നുണ്ട്. അതൊരു 3-4 ഏലക്ക. അതൊന്ന് ഇട്ടാൽ കുറെ കൂടെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഞാനിപ്പോൾ ചതയ്ക്കുന്നില്ല, നേരെ ആ ഏലക്ക പൊട്ടിച്ച് ഒരു 3-4 ഏലക്ക ഇതിനകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മാമ്പഴക്കാലത്ത് അതുപോലെ തന്നെ നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ തികച്ചും ആരോഗ്യപ്രദമായ ഒരു പാനീയമാണ് ഈ മിൽക്ക് ഷേക്ക്. അപ്പോൾ ഇത് ഒരു നേരത്തെ ആഹാരത്തിന്, പ്രത്യേകിച്ച് വൈകുന്നേരത്തെ ആഹാരത്തിന് പകരമായിട്ട് നമുക്ക് പരീക്ഷിക്കാവുന്ന ഒന്നും കൂടെയാണ്. ഇത് നന്നായിട്ട് ഒരു ഗ്ലാസ് കഴിച്ചാൽ നമുക്ക് നന്നായിട്ട് വയറ് നിറയും. അന്ന് വേറെ ഭക്ഷണം ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വളരെ പെട്ടെന്ന് ദഹിക്കുന്ന ഒരു ഭക്ഷണമാണ്. അതുകൊണ്ട് ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വൈകുന്നേരങ്ങളിൽ അതുപോലെ നല്ല ചൂടുള്ള സമയത്ത് ഒക്കെ പരീക്ഷിക്കാവുന്ന ഒരു ഷേക്കാണ്. അപ്പം ഞാൻ ഇനി ഇത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പം നമ്മളുടെ 3 മാമ്പഴം എടുത്തത് വളരെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീം, നല്ല പൾപ്പായിട്ടത് മാറിയിട്ടുണ്ട്. നമുക്കിനിയും ചെയ്യേണ്ടത്, ഇതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ച് തലേദിവസം വൈകിട്ട് ഫ്രീസറിൽ വെച്ചാലോ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഉപയോഗിക്കാം. രാവിലെ വെച്ചിരുന്നാൽ വൈകുന്നേരത്തേക്ക് ഉപയോഗിക്കാം. ഇത് നല്ല കട്ടിയായിട്ടിരിക്കുന്നതാണ് നല്ലത്. പാല് നല്ല കട്ടിയായിട്ടിരിക്കുന്ന രീതിയിൽ ആയാൽ നമുക്കിത് മിക്സിയിൽ ഒഴിച്ചാൽ ഇത് പുറത്തേക്ക് തെറിക്കാതിരിക്കും. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അത് തെറിക്കുകയില്ല. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് ഈ നമ്മളുടെ മാങ്ങ പൾപ്പിലേക്ക് ചേർക്കുക.
അപ്പം നമ്മുടെ നല്ല തണുത്ത നല്ല കട്ടിയായ പാല് നമ്മുടെ ഈ മാമ്പഴ പൾപ്പിലേക്ക് ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ട് വീണ്ടും അടിച്ചെടുക്കുക. നമ്മുടെ മാംഗോ ഷേക്ക് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്, വളരെ നന്നായിട്ട്. അത് നല്ലൊരു ക്രീം രീതിയിൽ പാലും മാംഗോ പൾപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരത്തക്ക രീതിയിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു ഗ്ലാസ്സിലേക്കൊന്ന് പകരാം. നിങ്ങൾക്ക് നോക്കുമ്പോഴേ അറിയാം, വളരെ തിക്കായിട്ടുള്ള മാംഗോ ഷേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഞാനിത് പ്രത്യേക രീതിയിൽ ഗാർണിഷ് ചെയ്യുന്നൊന്നുമില്ല, വളരെ തിക്കാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമുക്ക് വൈകിട്ടൊക്കെ നമുക്ക് വൈകുന്നേരത്തെ അത്താഴത്തിന് പകരം ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ നമുക്ക് വേറെ ഒരു ആഹാരത്തിൻ്റെ ആവശ്യം വരുന്നില്ല. വളരെ തിക്കായിട്ടുള്ള ഒരു ഷേക്കാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. 3 മാങ്ങ എടുത്തപ്പോൾ ഒരു വലിയ 2 ഗ്ലാസ്. ഇപ്പം നമ്മളുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള മാമ്പഴ ഷേക്ക്, മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാമ്പഴക്കാലത്തിൻ്റെ അവസാന സീസണാണ്. ഈ സീസൺ കഴിയുകയാണ്, മാമ്പഴ സീസൺ കഴിയുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. നമ്മൾ ഈ മാമ്പഴ പൾപ്പ് നമ്മൾ നന്നായിട്ട് അത് വറ്റിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക്, ഞാൻ നേരത്തെ പല എപ്പിസോഡുകളിലും പറഞ്ഞ പോലെ, ഏകദേശം 1 കൊല്ലത്തോളം നമുക്ക് ഈ മാമ്പഴത്തിൻ്റെ പൾപ്പ് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാമ്പഴ ഷേക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു ഇതിൻ്റെ കോസ്റ്റ്, നമുക്കിതിൻ്റെ കോസ്റ്റ് ആകെ ആകുന്നത് 1/2 ലിറ്റർ പാലിൻ്റെ വില. അപ്പോൾ 1/2 ലിറ്റർ പാലിൻ്റെ കോസ്റ്റാണ് നമുക്കിവിടെ ആകുന്നത്. മാമ്പഴം ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചതല്ല. ഇനി മാമ്പഴം ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് മാമ്പഴത്തിന് വളരെ വിലക്കുറവാണ്. 1 കിലോയ്ക്ക് 40 രൂപ 50 രൂപയ്ക്കുള്ള മാമ്പഴത്തിൻ്റെ വില. അപ്പോൾ അതുകൊണ്ട് നോക്കുമ്പോൾ തികച്ചും ആരോഗ്യകരമായ രീതിയിൽ നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കി കഴിക്കാവുന്ന നല്ല ഒരു പോഷകസമൃദ്ധമായ ഒരു ഷെയ്ക്കാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇത് പരീക്ഷിക്കുക. അപ്പോൾ നമ്മളുടെ മാമ്പഴക്കാലം പാർട്ട് 4 കൊണ്ട് മാമ്പഴത്തെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച വീണ്ടും ഒരു പുതിയ വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.